ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ ഒരു 5-6 റീൽസ് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരെണ്ണം കയറുന്നുണ്ട് പല ആംഗിളിൽ നിന്നുള്ളത്. അപ്പോ നിങ്ങളെ കുറിച്ച് നമുക്ക് ആ ഒരു വീഡിയോയിൽ മാത്രമേ അറിയുള്ളൂ. ഒരു ദിവസം കൊണ്ട് അപ്പൊ എത്ര വ്യൂസ് ആയിരുന്നു കയറിയത്? 3 മില്യൺ വ്യൂസ്. അപ്പൊ നമുക്ക് ആദ്യം ഓരോരുത്തരെ ഒന്ന് പരിചയപ്പെടാം അല്ലെ? ഇവിടുന്ന് പേര് തുടങ്ങാം. സാന്ത്വന. ഓക്കെ. നന്ദന. ആര്യ ആയിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ നിന്നത്. അതെ. എന്തൊക്കെയായിരുന്നു സ്റ്റെപ്പുകളൊക്കെ? നമ്മൾ കൈകൊട്ടിക്കളികളുടെ പല വേർഷൻ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇത്ര ഭയാനകമായൊരു വെറുതെ പറഞ്ഞ കേട്ടോ. അടിപൊളിയായിരുന്നു. അനുഗ്രഹ. അശ്വനി. അടിപൊളി. അശ്വതി. സാൻഡ്ര. അക്ഷയ. സാനിയ. സ്നിഗ്ധ. വൈഗ. ഇത്രയും പേര് ചേർന്നുള്ള ഒരു ഗ്രൂപ്പ് ഇന്റർവ്യൂ എനിക്കൊന്ന് ഫസ്റ്റ് ടൈം ആയിരിക്കും. നിങ്ങൾ എല്ലാവരും എത്ര വർഷത്തെ ഫ്രണ്ട്സ് ആണ്? ഞാനിപ്പോ 14 വർഷമായി ഇവിടെ പഠിക്കുന്നത്. ഇത് 14 വർഷമായി. അതെ. അപ്പൊ എല്ലാവരും ഒരു ഗ്രൂപ്പ് വർക്ക് ആണ്. അപ്പൊ ആര്യടുത്ത് തന്നെ ചോദിക്കാം, ഫ്രണ്ടിൽ നിന്ന് കളിച്ച ഒരാളെന്ന് രീതി ബാക്കി ആർക്കും പരാതിയൊന്നും ഇല്ലല്ലോ, ആർക്കും വിഷമം തോന്നരുത്. അപ്പൊ ഈ ഒരു വീഡിയോ ആദ്യം തന്നെ ഇങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ആ 3 മില്യൺ ഒക്കെ നമ്മൾ വിചാരിക്കുന്നതേ ഇല്ലല്ലോ ഇത്രയും കയറും. 100K 200K ഒക്കെ ഓക്കെ, 3 മില്യൺ ആ കണ്ടത്. അപ്പൊ നിങ്ങൾ എങ്ങനെയായിരുന്നു? കണ്ടോ എങ്ങനെയായിരുന്നു? പെട്ടെന്ന് ഞങ്ങ ഒരു പ്രോഗ്രാമിന്റെ ടൈമിലാണ് നോക്കണത്. പെട്ടെന്ന് 3 മില്യൺ, അയ്യോ 3 മില്യൺ. അപ്പൊ എല്ലാരും അങ്ങാടി കണക്കെ പറയട്ടെ 3 മില്യൺ ആയിട്ട് നോക്ക് 3 മില്യൺ. അങ്ങനെ എല്ലാരും ഭയങ്കര ഇതായിരുന്നു. പെട്ടെന്ന് ഷോക്കായി പോയി. 3 മില്യൺ കേറിയല്ലോ. ഈ 3 മില്യൺ ന്യൂസ് കേട്ട ഈ കൂട്ടത്തിൽ തല ഇറങ്ങി വീഴാൻ പാകത്തിന് നിന്നത് ആരാ? എല്ലാവരും അങ്ങനെ. ആകാശം ഇടിഞ്ഞു വീണാൽ കല്ല് പോലെ നിൽക്കുന്നത് ആരാ? നോ റിയാക്ഷൻ. സാന്ദ്ര ചേച്ചിക്ക് റിയാക്ഷൻ. സാന്ദ്ര ചേച്ചിക്ക് ഒന്ന് മൈക്ക് കൊടുത്തേ. സാന്ദ്ര ചേച്ചിക്ക് റിയാക്ഷൻ ഒന്നുമില്ല. ഞാൻ വെറുതെ വിളിച്ചാട്ടോ ചേച്ചിന്നൊക്കെ. നമ്മള് കൈകൊട്ടിക്കളിയുടെ പല വേർഷൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സംഭവം ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? സത്യം പറഞ്ഞാല് സാറിന്റെ ഐഡിയ ആയിരുന്നു. അപ്പൊ ഇതിനപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടായിരുന്നു? അതായത് നമ്മൾ പല വേർഷൻസ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ കൈകൊട്ടിക്കളി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ കമന്റ്സ് വരാം, നമ്മുടെ ട്രഡീഷണൽ രീതികളെ മാറ്റി കാണിക്കുന്നു. പക്ഷെ ആളുകൾ അത് പോസിറ്റീവായിട്ട് എടുത്തു. ബട്ട് സ്റ്റിൽ ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അപ്പൊ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നോ? ആ സമയത്ത് കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായില്ല. പ്രൈസ് വീണിട്ട് ഞങ്ങള് കളിച്ചതാണ്. അതിന്റെ ഒരു സന്തോഷത്തിൽ കളിച്ചതാണ്. അപ്പൊ അങ്ങനെ കളിച്ചുകൊണ്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സ്റ്റേജിൽ കളിച്ചപ്പോ ഇതുണ്ടായിരുന്നോ? ഇല്ല, സ്പോർട്ട് കൊറിയോഗ്രാഫി ആയിരുന്നോ? ആരാ ഇതിന് പിന്നില്? സാറ് തന്നെയാണ്. സാറിനൊരു രക്ഷയില്ല. സ്പോർട്ടിൽ ഇതിന്റെ ഒരു കൊറിയോഗ്രാഫി ഒക്കെ നടത്തിയത്. അടിപൊളി. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഞാൻ ബാക്കിൽ ട്രോഫീസ് ഒക്കെ കണ്ടു. അപ്പൊ സാർ ഇങ്ങനെ പറയുന്നത് കേട്ടു, ഇതിലാകെ 3-4 ട്രോഫി ഉള്ളു കഴിഞ്ഞ ഇയർ കിട്ടിയത്. ബാക്കി എത്ര ട്രോഫി എനിക്ക് ഈ വർഷം കിട്ടിയത്? കൂടുതലുണ്ട്. അസ്ത്രയിലാണ് പഠിക്കുന്നത്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ക്ലാസിക്കൽ ഇല്ല, ഫുള്ളി ഒരു എന്താ പറയാ ഡിഫറെന്റ് സ്റ്റൈൽ ഫോംസ് അല്ലെ? അപ്പൊ മെയിൻലി എന്തൊക്കെയാ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്? കണ്ടംപററി, പിന്നെ ബോളിവുഡ്, പിന്നെ ഹിപ്പ് ഹോപ്പ്. ഓക്കെ. അപ്പൊ ഈ ഒരു കൈകൊട്ടിക്കളി അതിലോട്ട്, അതായത് പഴയ ട്രഡീഷണൽ സംഭവമാണല്ലോ, ഇപ്പോഴത്തെ സ്റ്റൈൽ ചെയ്യുന്ന പിള്ളേരൊന്നും നമ്മളത് ചെയ്യുന്നത് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾ ഇതിലോട്ട് എങ്ങനെയാ വന്നത്? ഇങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ഇതേപോലെ പരിപാടി കഴിഞ്ഞ് വന്നപ്പോ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു പരിപാടി കാണാൻ പോയി, കൈകൊട്ടിക്കളിയുടെ. അപ്പൊ ഞങ്ങൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ, നമുക്കും കളിക്കാൻ പറ്റുമല്ലോ. അപ്പൊ ഞങ്ങൾ ചേട്ടാ നമുക്ക് ചെയ്തു നോക്കിയാൽ എന്താന്ന് ചേട്ടൻ പറഞ്ഞു, ശരിയാണല്ലേ നമുക്കൊന്ന് കളിച്ചു നോക്കാം. അപ്പൊ ഞങ്ങൾ ചേട്ടന് ചെയ്തു നോക്ക്, ഞങ്ങൾ ഇപ്പൊ ഉണ്ടല്ലോ സപ്പോർട്ടായിട്ടുണ്ടല്ലോ. ചേട്ടൻ പറഞ്ഞു അന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതേപോലെ ഒരു പാട്ടെടുത്തിട്ട് നമുക്ക് ചെയ്തു നോക്കാന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. എത്ര ദിവസം കൊണ്ട് ഈ ഒരു ഐറ്റം പഠിച്ചെടുത്തത് ഈ കൈകൊട്ടിക്കളിയുടെ? 1 വീക്ക് മതി. ശരിക്കും പറഞ്ഞാല് ഇവിടെ ഈ ഒരു ഡാൻസ് ഫോമിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ സ്കൂളിലും ഒക്കെ ഈ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതിന്റെ ബാക്കിലത്തെ ഈ പ്രാക്ടീസിങ് ടൈമാ. നിങ്ങളുടെ ഒരു പ്രാക്ടീസിങ് ടൈം എങ്ങനെയാണ് യൂഷ്വലി? കൂടുതൽ ഏറ്റവും കൂടുതൽ സാറിന്റെ ഇന്ന് വഴക്ക് കിട്ടുന്ന ആർക്കാ? എനിക്കാണ്. എന്തുകൊണ്ടാണ്? അത് ഇങ്ങനെ കളിച്ച് അങ്ങനെ നടക്കും. അങ്ങനെ അതൊക്കെ കൊണ്ടൊക്കെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ വെറുതെ പോയി ഇങ്ങനെ ആരെങ്കിലും അത് പോയിട്ട് വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെയൊക്കെ. കൂട്ടത്തിലെ ചേച്ചിയമ്മ ആരാ? ചേച്ചിയമ്മ. അതെ. പിള്ളേരൊക്കെ വഴക്ക് പറയോ? ഇടയ്ക്ക് വഴക്ക് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടുന്നത് ആർക്കാ? ചേച്ചിയമ്മ. നീയാണ് മെയിൻ ടാർഗറ്റ്. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ, ഇത് ശരിക്കും നമുക്ക് വേണ്ടിട്ട് ഒരു കുഞ്ഞു പോർഷൻ അതിനെ ഒന്ന് കാണിക്കാമോ? കാണിക്കാം.
എന്ത് എനർജി ആയിരുന്നു സത്യം പറഞ്ഞാല്. ഞാൻ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രാക്ടീസ് ചെയ്തപ്പോ കരുതിയത് അതായിരുന്നു റിയൽ എന്നാ. പിന്നെ ഞാൻ പ്രാക്ടീസിങ്ങിനാണെങ്കിൽ റിയൽ എന്തായിരിക്കും എന്ന്. ശരിക്കും ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ ആ ഇതിൽ ചെയ്തതിനേക്കാളും എനിക്ക് കൂടുതൽ ഇത്രയും കളർഫുൾ ആയിട്ട് അവൾക്ക് തന്നെ ട്രെൻഡി ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് ചെയ്തപ്പോഴത്തേക്ക് ഭയങ്കര ഭംഗിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഇതിനി വേറെ ഇതിലൊക്കെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് ഇതിന്റെ കുറച്ച് അപ്ഡേറ്റഡ് വേർഷൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ടോ? കുറച്ചും കൂടെ ഇത്തിരി ട്രെൻഡി ആയിട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. വേറെ വേറെ സോങ്സ് ഒക്കെ വെച്ച് ഈ ഐറ്റം തന്നെ ചെയ്യണം എന്ന്. അതെ, ഇതിന്റെ അപ്പം എന്താ പറയാ നെക്സ്റ്റ് ലെവൽ അങ്ങനെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് വേറെ എങ്ങനെയൊക്കെ രീതിയിൽ ചെയ്യാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, വേറെ ടൈപ്സ് ചെയ്യാനായിരുന്നു. അങ്ങനെ ഓക്കെ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ വീഡിയോ ഫുള്ള് വൈറലാണ്. ഞാൻ കമന്റ്സ് ഇവിടെ 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 കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ട്. കമന്റ്സ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് കുറെ പേര് ആ നടുക്കുന്ന കുട്ടിയുടെ ഐഡിയ എന്താ, ആ അറ്റത്തേക്കുന്ന കുട്ടിയുടെ ഐഡിയ എന്താ, ഇപ്പുറത്തേക്കുന്ന കുട്ടിയുടെ ഐഡിയ എന്താ, പ്രപ്പോസൽസ് ഒക്കെ ഒരുപാട് വന്നോ? വന്ന് എങ്ങനെ പറ, അങ്ങോട്ട് നാണിക്കാതെ പറയേ. ഞാൻ സത്യം പറഞ്ഞാല് ചിലവരൊക്കെ ഇങ്ങനെ അക്സെപ്റ്റ് അങ്ങനല്ല മെസ്സേജ് കുറെ വന്ന് റിക്വസ്റ്റിൽ കുറെ വന്ന്. അപ്പൊ ഇങ്ങനെ എടുത്തോട്ട് പേരെന്താണ്, പേരറിയാം. ഞാൻ പറയട്ടെ ഇൻസ്റ്റാഗ്രാമില് പേരല്ലേ കൊടുത്തോളൂ, പിന്നെ ചോദിക്കണത് പേരെന്താണ്. അപ്പൊ ഞാൻ പറയും ആര്യ, ഓക്കെ വീട് എവിടെയാണ്. അപ്പൊ ഇങ്ങനെ പറയും ആണല്ലേ, ഓക്കെ ചിരി കൊള്ളായിരുന്നു. അതുകൊണ്ട് ഞാൻ ചിരിക്കൂല. അതുകൊണ്ട് ഞാൻ ചിരിക്കൂല. ഇത്ര നേരം ചിരിച്ചതൊക്കെ അപ്പൊ നമുക്ക് ബ്ലർ ചെയ്ത് കളയാം. വേറെ ആർക്കാ കൂടുതൽ പ്രപ്പോസൽസ് കിട്ടിയത്? ട്വിൻസ് എവിടെ? ട്വിൻസിനെ കിട്ടിയില്ലേ പ്രപ്പോസൽസ്? കിട്ടിയില്ല. ഇല്ല, വേറെ ആർക്കാ പ്രപ്പോസൽസ് കിട്ടിയത്? ക്രഷിന്റെ ചിരി കൊള്ള. മുടീനെ പറ്റി പറയാറുണ്ട്, അടിപൊളിയാണ്. ഇത് കൊറിയൻ ടച്ച് ആണോ? അത് അങ്ങനെയല്ല, ഇപ്പൊ വളർന്നേക്കണ അങ്ങനെ കൊറിയൻ. നല്ല രസമുണ്ട് ഹെയർ സ്റ്റൈലൊക്കെ, ഭയങ്കര ഭംഗിയുണ്ട്. അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. മുടി അടിപൊളിയാണ്. നിങ്ങൾ എല്ലാരും കൂടി ഇങ്ങനെ വട്ടത്തിലിരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ ഒരുമിച്ച്? അതുണ്ട്.